ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പറയുന്നില്ല, നമുക്ക് വീഴുമല കൊണ്ടൊരു സ്പോട്ടുണ്ട്. ഐ തിങ്ക് ആലത്തൂരിൽ. അപ്പോൾ എന്തെങ്കിലും ഞായറാഴ്ചയല്ലേ, നമുക്കൊരു രണ്ടാക്കാൻ വെച്ചു. ഗായ്സ്, ഇന്നേക്ക് ബൈക്കിലല്ല, നമ്മുടെ കാറിലാണ് പോകുന്നത്. പുതിയ കാർ എടുത്തില്ലേ, അപ്പോൾ ആൾട്രോസ്റ്റ് പോകാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനും എൻ്റെ ഒരു 2 അനിയന്മാരും ഉണ്ട്. ശരി, അവരും കൂടി വിളിച്ച് വരാൻ പോകുന്നത്. കാറിലല്ലേ, സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഗായ്സ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ കാർ എടുത്തിട്ട് നേരെ നമുക്ക് ആലത്തൂർ പിടിക്കാം ഫസ്റ്റ്. ഗായ്സ്, അപ്പോൾ ഇതാ എണ്ണ അടിച്ച് കഴിഞ്ഞു, നേരെ പമ്പിൽ നിന്ന് ഇറങ്ങി. അനിയന്മാർ 2 പേര് വരാൻ പറഞ്ഞിട്ടുണ്ട്, കാണാൻ എത്തുന്നേരം. അപ്പോൾ ഞാൻ തനിച്ചാണ് വണ്ടി എടുത്ത് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ മറ്റേ പള്ളിമുക്കോ ഇല്ലെങ്കിൽ ചാലമുക്കിനോട് അവിടെ നിൽക്കാം. ആര് വരട്ടെ, വന്നിട്ട് പിന്നെ ഒരുമിച്ച് നമുക്ക് പോവാം. എന്താണ് വണ്ടി അറിഞ്ഞാൽ പറഞ്ഞ എടുത്തിട്ട് വരുന്നത് ഭാവിയിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് വീഴുമല പിടിക്കാം. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് വീഴുമലയ്ക്ക് പോകുന്നത്. ഇതിന് കേട്ടിട്ടുണ്ട്, ആക്ച്വലി പോയിട്ടില്ല. ഞാൻ ഇത്ര അടുത്തിരുന്ന് പോയിട്ടില്ല. അപ്പോൾ ശരി, ഇന്നത്തെ പരിപാടി നമുക്ക് നേരെ അങ്ങോട്ട് പിടിക്കാൻ വിചാരിച്ചു. ഇവിടെ നിന്ന് ഞാൻ മാപ്പ് നോക്കി, ഗൂഗിൾ മാപ്പ് നോക്കി, 25 കിലോമീറ്റർ എന്തോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരി, നമുക്ക് മെല്ലെ പോകാം. ഞാൻ ആക്ച്വലി ബൈക്ക് എടുത്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. എനിക്ക് വരുമ്പോൾ നല്ല മഴ ഗൈസ്, മഴ പാറിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ പോയാലും മഴയത്തെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പോൾ ശരി, എന്തായാലും കാറിൽ തന്നെ കയറാൻ വിചാരിച്ചു. കാറാകുമ്പോൾ സെറ്റാണല്ലോ, സെറ്റ് വൈബാണല്ലോ കാറിൽ. പിന്നെ ഞാൻ നമ്മുടെ ഈ പുതിയ വണ്ടി എടുത്ത് പിന്നെ അധികം ലോങ്ങും കയറിയിട്ടില്ല. ഈ ലോക്കൽ ഇങ്ങനെ നോട്ട് കൂടെ അല്ലാണ്ട് എവിടെയും പോയിട്ടില്ല. അപ്പോൾ ശരി, ഇന്നത്തെ എല്ലാ പരിപാടിയും കൂടിയിട്ട് ഒറ്റയടിക്ക് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഗൈസ്, ഇപ്പോൾ വണ്ടി എടുത്തു. പിള്ളേർ വരുന്നിട്ട് ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്തിട്ട് വന്ന് 2 പ്രാവശ്യം ഗൈസ് ബ്ലോക്കിൽ നിൽക്കുന്നുണ്ട്. നേരം ബ്ലോക്കിൽ വണ്ടിനെ അവിടെ നിർത്തി വെച്ചു. ഇതിൻ്റെ അപ്പുറം വണ്ടി കയറില്ല. ഞായറാഴ്ച കൊണ്ട് കുറേ പിള്ളേരുണ്ട് ഗൈസ്. താഴത്തെ മെല്ലെ വണ്ടി ഇത് കുറച്ചൊരു നടന്നു. ഇതിന് ഓഫ് റോഡ് വണ്ടി കയറും പറഞ്ഞു, നമ്മുടെ വണ്ടി കയറില്ല. പക്ഷേ കുഴപ്പമില്ല, നല്ല ഓഫ് റോഡ് ട്രൈ ചെയ്യാൻ പറ്റിയ മലയാണെന്ന് തോന്നുന്നു വീഴുമല. ഹായ് ഗൈസ്, അപ്പോൾ സ്പോട്ടെത്തി, വീഴുമല സ്പോട്ടെത്തി. നടന്നുകൊണ്ടിരിക്കും ട്രക്കിങ്. നമ്മുടെ താഴത്തെ വണ്ടി നിർത്തി, കുറച്ച് പേരെ വണ്ടി കയറുള്ളൂ. പിന്നെ ഫുൾ ഓഫ് റോഡ് വണ്ടി അവിടെ നിർത്തി. പിള്ളേരെ ഫ്രണ്ടിൽ വിട്ടു, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് നടക്കാൻ. എന്നാൽ മുകളിലെത്തിയ വേറെ ലെവൽ വ്യൂ ആണ്, കോടയും കിട്ടും പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ദൂരത്ത് കാണുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇനി മുകളിൽ പോയ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞാൻ കോട്ട് എടുത്തില്ല, ജെർക്കിൻ മാത്രമേ എടുത്തുള്ളൂ. എന്നാൽ പിള്ളേർ 2 സെറ്റായിട്ട് കോട്ട് എടുത്തിട്ട് വന്നു. അപ്പോൾ അതാ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സ്പോട്ട് വന്നിട്ട് വീഴുമല സ്പോട്ട് പവർ ഗൈസ്. അപ്പോൾ അടിപൊളി ഓഫ് റോഡാണിത്. ഓഫ് റോഡ് ട്രൈ ചെയ്യാം. ബൈക്കൊക്കെ ഓഫ് റോഡ് കയറ്റാൻ പൊളിയായിരുന്നു. ആക്ച്വലി മഴ കാരണം ഞാനിന്ന് ബൈക്ക് എടുക്കായിരുന്നു, നമ്മുടെ കാറെടുത്ത്. ബൈക്ക് എടുത്താൽ നമുക്ക് ഓഫ് റോഡിൽ കൂടെ കയറ്റിട്ട് പോയിരുന്നു. ആക്ച്വലി ഞാൻ സോളോ റൈഡാണ് പ്ലാൻ ചെയ്തത്. പ്രതീക്ഷിക്കാണ് നമ്മുടെ 2 തമ്പിമാർ വന്നത്. അവരുടെ സെറ്റായി ഫസ്റ്റ് കൺട്രാക്ഷൻ വഴിതെറ്റി അതൊക്കെ ഒരുപാട് ദൂരം പോയായിരുന്നു. പോയിട്ട് അവിടെ പോയി തിരിച്ചു വന്നായിരുന്നു. തിരിച്ചു വന്ന ജംഗ്ഷൻ കടയിൽ ചോദിച്ചപ്പോഴാണ് കൂട്ടാ ഞങ്ങൾ ഇതിൽ കൂടെ പോകേണ്ടതെന്ന്. വെറുതെ ഒരു 3-4 കിലോമീറ്റർ അതുവരെ ഓടിച്ചിട്ട് വന്നു, തിരിച്ചു വന്നു. പിന്നെ റൂട്ട് തെറ്റി പറഞ്ഞ് ഇതിലൂടെ അങ്ങനെ കയറി വന്നു. കണ്ട കടയിൽ എത്തിയപ്പോൾ റൂട്ട് കറക്റ്റായി പറഞ്ഞു തന്നു. ആക്ച്വലി ഞാൻ കടയിൽ നിന്ന് ഒരു ബോട്ട് വെള്ളമൊക്കെ വാങ്ങിയായിരുന്നു. കണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ റൂട്ട് കയറിയാൽ മതി പറഞ്ഞു. ഞങ്ങൾ ആവശ്യമായിട്ട് അതുവരേക്ക് വഴി തെറ്റിയിട്ടൊക്കെ പോയി. അയ്യോ ഗൈസ്, നടക്കാനുണ്ട്, നന്നായിട്ട് നടക്കാനുണ്ട് ഗൈസ്. സെറ്റ് ആയി, ചെറുതായിട്ട് ഇതാ കോട വരാൻ തുടങ്ങി. കാണിച്ചത് ഗൈസ് അല്ല, നമ്മുടെ 2 അനിയന്മാർ കോട്ടും കൈ പിടിച്ച് നടക്കുന്നത്. ഏകദേശം നല്ല കോടയുണ്ട് തോന്നുന്നു. ഫ്രണ്ടിൽ ഗ്യാങ് ഉണ്ടല്ലോ. അവിടെ ബൈക്കിൽ കണ്ടല്ലേ, അവിടുത്തെ പിള്ളേരെന്ന് തോന്നുന്നു. ഈ ഓഫ് റോഡിലൂടെ വന്നാൽ നേരെ ഇവിടെ എന്താ ഈ ഒരു ചെറിയ കുഞ്ഞു റോഡുണ്ട്. ഈ റോഡിലൂടെ കയറേണ്ടത്. ആക്ച്വലി ഇങ്ങനെ പോകരുത്, ഇങ്ങനെ പോകണ നേരെ ഒരു എസ്റ്റേറ്റിലേക്ക് പോവുക. അപ്പോൾ നേരെ തിരിച്ച് ഈ റോഡിലൂടെ കയറി പോവാം. ഒരു കുഞ്ഞ് മണ്ടൻ്റെ മുകളിലേക്ക് എത്തി. സെറ്റായിട്ടുണ്ട് വ്യൂ ഗൈസ്. അപ്പോൾ ആ ഫസ്റ്റ് സ്പോട്ട് കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. കുഞ്ഞൊക്കെ കഴിച്ച് പോകണം. മാംഗോ കാരണം ട്രക്കിങ് അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, പിന്നെയും കുഞ്ഞു വേണം. അയ്യോ, റൊമ്പോ കുഞ്ഞണം. മാംഗോ അയ്യോ, വന്ന വഴി കുഞ്ഞ് വരണം.
വ്യൂ അടിപൊളിയായിട്ടുണ്ട്, പോണ വഴി അടിപൊളിയായിട്ടുണ്ട്. നല്ല ഗൈസ് ഈ കുഞ്ഞു വഴി കൂടെ പോകണം, മുകളിൽ വരയ്ക്കാം, മെല്ലെ നടന്ന് പോകണം. വാവ്, വേറെ ലെവൽ ഗൈസ്, നോക്കി വേറെ ലെവൽ വൈബ്. ആ മോള് വരെ കയറുന്ന ഒരു ഫീലേ വേറെയാണ്. മോളെ തന്നെ ഗൈസ് അങ്ങനെ കുറേ ദൂരം നടന്ന് അന്ന് കുടിക്കാൻ 1 ലിറ്റർ വെള്ളം വാങ്ങിയുള്ളൂ. 3 പേർക്കും 1 ലിറ്റർ വെള്ളം തികയില്ല തോന്നുന്നു. ഗായ്സ് ഫുള്ള് മിസ്റ്റ്, വേറെ ലെവൽ വൈബ് ഗായ്സ്, ഇത്ര പ്രതീക്ഷിച്ചില്ല ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഫൈനലിൽ അങ്ങനെ മുകളിലെത്തി. ക്ലൈമറ്റും കൊണ്ട് അടിപൊളി, വ്യൂ കൊണ്ട് അടിപൊളി, ഒന്നും പറയാനില്ല ഗായ്സ്, വേറെ ലെവൽ വൈബ്. അത് 2 വഴിയുണ്ട്, 2 വഴി കൂടി കയറി പോകാൻ പറ്റും. ഓക്കെ ഗായ്സ്, സൂപ്പറായിട്ടില്ല ഈ വഴി കൂടെ നടന്നു പോയാൽ. ചില ഭാഗങ്ങൾ അത് ടാസ്ക്കാണ് വഴി. വഴിയാണ് ഇടുങ്ങിയ വഴിയാണ്, കറക്റ്റ് ഒരാൾക്ക് പോവാം, ഒരാൾക്ക് പോകാൻ പറ്റുന്ന വഴിയുണ്ട് ഗൈസ്. നമ്മുടെ ഒരാളുടെ ഹൈറ്റ് ഉണ്ട്, പുല്ല് ഓക്കെ, ഒരാളുടെ ഹൈറ്റ് ഉണ്ട് ഗൈസ്. എന്താ പിന്നെയും ചെറിയ വഴി കൂടെ ഇപ്പോൾ വീണ്ടും കാട്ടിനുള്ളിൽ കൂടെ വീണ്ടും കയറാൻ തുടങ്ങി. ആക്ച്വലി ആരും രമേൽ അവിടെ ഇരുന്നു, ഞാൻ ഒറ്റയ്ക്ക് നടക്കണം. മറ്റേ കയറിയ പിള്ളേരൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ഇനി മുകളിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. 5:30 ആയില്ലേ, എല്ലാവരും ഇറങ്ങിപ്പോയി, ഞാൻ ലാസ്റ്റ് തോന്നും. നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്താൽ എന്നെ സംബന്ധിച്ചോളം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഗൈസ് തിരിച്ചിറങ്ങാൻ. നടക്കാൻ പോയി എന്നൊക്കെ തോന്നും, അതും നമ്മൾ സഹിച്ച് നടന്ന് മുകളിലെത്തുമ്പോഴുള്ള ഒരു ടോപ്പ് എൻഡിലെത്തുമ്പോഴുള്ള ഒരു ഫീലുണ്ട് ഗൈസ്. ഇത്രയും സ്ട്രെയിൻ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നടന്ന് വന്നു കഴിഞ്ഞാൽ അവസാനം കാണുന്ന ആ ഒരു വ്യൂവിൻ്റെ ഒരു സുഖം. അതാണ് ഗൈസ്, മുളെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്കെത്തിയ സെറ്റ്. വ്യൂ നോക്കി, ഈ കാട്ടിനകത്തോടെ കയറി വന്നു. ഗായ്സ് നോക്കൂ, മുകളിലെത്തിയിട്ടുള്ള വൈബേ വേറെയാ. നോക്കി ഒരു 3-4 അരളിമരങ്ങൾ നോക്കി, ഈ മഞ്ഞത്ത് അങ്ങനെ തലോടി നിൽക്കണ സെറ്റ് ഗായ്സ്, സെറ്റായിട്ടുണ്ട്. ഈ ഒരു മരവും മറ്റേ സംഭവം വെച്ചിരിക്കണല്ലേ കല്ലും കൊണ്ട്. ആ സംഭവത്തിന് എന്തോ പറയാം, എനിക്കറിയില്ല, അറിയുന്നൊരു കമൻറ്റ് ചെയ്യുക ഗായ്സ്. സെറ്റായിട്ടുണ്ട്. ആ ക്ലൈമറ്റും കൊണ്ട് നോക്കി, വേറെ ലെവൽ വൈബല്ലേ. ഗായ്സ് അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഈ കുന്നിൻ്റെ മണ്ടയിൽ കൂടി കയറിയ ടോപ്പെത്തി പറഞ്ഞു. എന്തായാലും ഇതുവരെ വന്നില്ലേ, ഈ ഒരു മണ്ടയിൽ കൂടി കയറിയിട്ടില്ല. ഈ ഇതിന് മുകളിലോട്ട് കയറി വ്യൂ ഒന്ന് നോക്കിയില്ല നമുക്ക്. കുറച്ചേ ഉള്ളൂ, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ലെവലായി. ഗായ്സ് ഇവിടെ വഴിയതും സൂക്ഷിക്കണേ, ഈ ഒരു ചെറിയ പോർഷൻ വഴിയുള്ളൂ, അപ്പുറത്തെ വലിയ താഴ്ചയാണ് ഗായ്സ്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ നോക്കിയിട്ട് തന്നെ, കുട്ടികളെ പിന്നെ മുകളിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുന്നത് നല്ലത്. എന്നാൽ വരുന്ന വഴി കുറേയൊക്കെ റിസ്ക് ആയിട്ടുള്ള വഴികളാണ്. വഴിയുണ്ട് ഗൈസ്, എൻ്റെ അമ്മ ഇടുങ്ങിയൊരു വഴി കൂടെ നുളഞ്ഞ് കയറുന്ന അവസ്ഥയായി. ഓക്കെ, ഒരു ഗ്യാങ് ഇറങ്ങിപ്പോണ്ടായിരുന്നു. അവർ പറഞ്ഞു
ഏറ്റവും മുകളിലത്തെ വണ്ടിയിൽ കയറണമെങ്കിൽ ആരെങ്കിലും കൂടെ വേണം പറഞ്ഞു. ഇതാണ് പറഞ്ഞതേ. അയ്യോ, വഴിക്ക് കയറി പോണ്ടി വരുമോ? ഇതാണ് കേസ് ഏറ്റവും മുകളിൽ. ആക്ച്വലി ഇത് വഴുക്കപ്പാറന്നപ്പോൾ അറിയുന്നത്. വഴുക്കോ ഇനി കയറിയാ ട്രൈ ചെയ്ത് നോക്കും നമ്മൾ. ഗായ്സ്, ഈ പാറിൻ്റെ മുകളിലേക്ക് ഒറ്റയ്ക്ക് കയറാൻ വേണ്ടി എൻ്റെ കാല് വഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചവിട്ടാനുണ്ട്, ബാക്കി അവിടെയും ചവിട്ടാനില്ല. ഈ പാറ മൊത്തം വഴുക്കുന്നുണ്ട്. ആക്ച്വലി ഇതാണ് ഏറ്റവും ടോപ്പ്, ഈ മലൻ്റെ ഏറ്റവും ടോപ്പ്. അവിടെ പോയി നല്ല വ്യൂ അടിപൊളിയാണ്. അതെനിക്ക് കയറാൻ പറ്റില്ല ഗായ്സ്, കാല് വഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഗായ്സ്, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇതുവരെ കയറി. ഇതിന് മുകളിലേക്ക് കൈ എത്തുന്നതിലുള്ളൂ, കയറാൻ പറ്റില്ല, കാല് സ്ലിപ്പാവുന്നു. അപ്പോൾ ഞാൻ ഈ പകുതി വരെ കയറി, ബാക്കി കയറാൻ പറ്റില്ല ഗായ്സ്. നല്ല വഴുക്കലുണ്ട്, ഇത് ചവിട്ടാൻ പറ്റില്ല, നല്ല വഴുക്ക്, നല്ല മിനിറ്റ്സുണ്ട്. ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിങ് തെറ്റാണ് ഗൈസ്. ഒരു 11 മണിക്കൊക്കെ ഇറങ്ങണം വീട്ടിൽ നിന്ന്. ഞാൻ 2:30ക്ക് ഇറങ്ങിയത്, അതത്രയും ലേറ്റായത് ഗൈസ്. അപ്പം മെല്ലെ പൊടിയായിട്ട് നമ്മൾ കയറി വന്ന വഴി കൂടെ മെല്ലെ ആയിട്ട് ഇറങ്ങി വന്നോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവരും മറക്കാണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. പിന്നെ അതാണ് ചാൻസ് ഇല്ല ഗൈസ്. വീട് നോക്കി, മഞ്ഞ് നോക്കി ഗൈസ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത്. ഒരുപാടാണ്, നല്ല മിസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ വീടുമല വീഡിയോ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 കൂടി ടോപ്പ് വരെ എത്തി. ഒരു ചാൻസ് ഇല്ല ഗൈസ്. വീഡിയോ മിസ്റ്റ് എല്ലാം കൊണ്ട് നിറഞ്ഞു മിസ് ചെയ്ത്. ഇഞ്ഞൊരു തന്നെ ഞങ്ങൾ മേ ബി ഓണത്തിന് ആ റേഞ്ചായിട്ടായിരിക്കും ഗൈസ് വരിക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ. എല്ലാവരും മറക്കാൻ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണ്.